ഹായ് ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെറ്റിനോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 27 അബവ് ഉള്ളവർക്കാണ് റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും പറഞ്ഞു, ആൻറ്റി ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇറിറ്റേഷൻ ഉണ്ടാവും, റെഡ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ആഗ്നെ പിമ്പിൾസ് ഒക്കെ കൂടുതലുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് ആഗ്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് കുറഞ്ഞതിന് ശേഷം വേണം നമ്മൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ലോവർ പെർസെൻറ്റേജ് എന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 0.1% മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ 0.1 മുതൽ നമുക്ക് 0.2, 0.3, 0.4, 0.5 ആ ഒരു പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 0.3 നമ്മളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു 0.2 0.3% റെറ്റിനോൾ സിറമോ ക്രീമോ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഹയർ പെർസെൻറ്റേജ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നമ്മളിത് റെറ്റിനോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡ്രൈ ഫേസിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും വെറ്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റെറ്റിനോൾ അപ്ലൈ ചെയ്യുക. റെറ്റിനോൾ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ആ ഡ്രൈനെസ്സിൽ നിൽക്കാതെ നല്ലൊരു ഹൈഡ്രേഷൻ ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, പ്രഗ്നൻസി ഉള്ള ആൾക്കാരും ഫീഡിങ് ഉള്ള ആൾക്കാരൊന്നും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. റെറ്റിനോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.